പറ്റൂല കേട്ടാ. വലുതാകുമ്പോ ആരാവണം? ജ്യൂസുകാരനോ? നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ ബിർണാണി വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു ശങ്കുരുദേ ഞങ്ങളുടെ അടുത്തുണ്ട്. ശങ്കുക്കുട്ടൻ്റെ നമുക്ക് കൂടുതൽ ശങ്കുക്കുട്ടനെ കൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശങ്കുക്കുട്ട ദേ എൻ്റെ അടുത്തുണ്ട്. ദേ ശങ്കുക്കുട്ട, ഇത് കണ്ട നമ്മളിപ്പോൾ എവിടാ? പാർക്കില്. നമ്മൾ എങ്ങോട്ട് പോന്നേ? നമ്മള് പാർക്കിൽ കളിക്കാൻ പോവാ. അതിനകത്തിൽ കയറണമെങ്കിൽ പുറകെ കൂടെ വരണം. ആ ശങ്കു, അയ്യോ ഇപ്പൊ വരണ്ട. ആന്റിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. ശങ്കു കിട്ടോ? ശങ്കുക്കുട്ടന്റെ ശരിക്കുള്ള പേരെന്താ? ഒന്നൂടെ. അതെനിക്ക് വിളിക്കാൻ പറ്റൂല കേട്ടാ. ഞാൻ ശങ്കുക്കുട്ടാന്ന് വിളിക്കട്ടെ. ശങ്കുക്കുട്ടാന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. ഇതാണ് ഇഷ്ടപ്പെട്ടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശങ്കുക്കുട്ടനെ എന്താ കഴിഞ്ഞ ദിവസം ശങ്കുക്കുട്ടന് ഉപ്പുമാവ് ഇഷ്ടമല്ലേ? എന്തേ ഉപ്പുമാവ് ഇഷ്ടമല്ല? പിന്നെ എന്താ ഏറ്റവും ഇഷ്ടം? ബിർണാണിയും. ദേ ശങ്കുവിന് വേണ്ടിയിട്ട് അവിടെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നുണ്ട്. ആ പൈനാപ്പിൾ ജ്യൂസ് ആന്റി മേടിച്ച് തരട്ടെ? അപ്പൊ ആന്റിക്ക് ഒരു പാട്ട് പാടി തരണം. ഈ ഉടുപ്പ് ആര് മേടിച്ചു തന്നതാ? ഡിനോർസറിന്റെ ഉടുപ്പ്. സോമന്റെ അടുത്തോ? സോമൻ ആരാ? അച്ഛനാണോ സോമൻ? ഈശ്വരാ. അപ്പൊ എന്ത് അച്ഛൻ എവിടാ? മോന്റെ അച്ഛൻ എവിടെയാ? ഖത്തറിലോ? അച്ഛനോട് പറഞ്ഞോ ഞാൻ ബിർണാണി വേണോന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി ആന്റി തരാമെന്ന് പറഞ്ഞു? അതറിഞ്ഞോ? ഏത് ആന്റിയാ തരാമെന്ന് പറഞ്ഞേ ബിർണാണി? മന്ത്രി ആന്റി. ആ മന്ത്രി ആന്റിയുടെ പേരറിയോ? അറിയത്തില്ലേ? വീണ ജോർജ്. ഇനി നമുക്കൊരു മന്ത്രി മാമനോടുകൂടെ പറയണം ബിർണാണി വേണോന്ന്. പറയണ്ടേ? പറ. ആ ക്യാമറയിലോട്ട് നോക്കിയിട്ട് പറ. എനിക്ക് ബിർണാണി വേണം, മന്ത്രി മാമ തരണേന്ന് പറ. ടീച്ചർ നാളെ ചെല്ലുമ്പോഴേ ടീച്ചർ ചോദിക്കും, ശങ്കുക്കുട്ടന് ബിരിയാണി വേണോ ഉപ്പുമാവ് വേണോ ചോദിക്കും. അപ്പൊ ശങ്കുക്കുട്ടൻ എന്ത് പറയും? ബിരിയാണിയും കുഴിച്ചുപോരി മാത്രം മതി നമുക്ക്. കഞ്ഞിയും പയറോ വേണ്ട. വീട്ടിലെ അമ്മ മോനും ബിർണാണി വെച്ച് തരത്തില്ലേ? ഇപ്പൊ ശങ്കുവിന് ഇപ്പൊ അംഗനവാടിയിൽ നിന്ന് എന്തു തരുന്നേ? കഞ്ഞിയും പയറും ഇഷ്ടമല്ലേ? അപ്പൊ പിന്നെന്തിനാ ബിർണാണി കോഴി പൊരിച്ചതും? അപ്പൊ എന്താ ഉപ്പുമാവാണോ ഇഷ്ടമല്ലാത്ത? ആണോ? ഉപ്പുമാവിന് പകരമാണോ നമുക്ക് ബിർണാണി വേണ്ടത്? ജ്യൂസ് വരുന്നു. ഇനി ആന്റിക്ക് നല്ല പോലെ ഒരു പാട്ട് പാടി തന്നെ. അംഗനവാടി പഠിപ്പിച്ച് ഇനി സ്കൂളിൽ അംഗനവാടി പഠിപ്പിച്ചൊരു പാട്ട് പാടുവോ ടീച്ചർ? അപ്പൊ മോനെ ബിർണാണി ജ്യൂസൊക്കെ തരാം. അച്ഛനില്ല. അച്ഛനോട് അച്ഛൻ്റെ പേരെന്തോ? സോമസുന്ദർ. അപ്പൊ സോമസുന്ദർ അച്ഛനോട് വിളിച്ച് പറഞ്ഞോ ഞാൻ ബിർണാണി വേണോന്ന് പറഞ്ഞു, ഞാൻ വൈറലായെന്നൊക്കെ പറഞ്ഞു അച്ഛനോട്? എന്ത് പറയാഞ്ഞേ? മറന്നു പോയാ? ഇന്ന് പറയോ അച്ഛനോട്? പറയണം കേട്ടോ. നമുക്ക് പോയിട്ട് ഒരു ബിർണാണി തിന്നാലോ? ബിർണാണി മാത്രം മതിയോ? അതോ അല്ല അതിന് മുന്നേ നമുക്ക് ജ്യൂസ് കുടിക്കണ്ടേ?
ആ ജ്യൂസ് തരാം. നമുക്ക് മന്ത്രി ആന്റിയോട് പറഞ്ഞാലോ ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ അംഗനവാടി തരാൻ പറഞ്ഞാലോ? അത് പറഞ്ഞു മന്ത്രി ആന്റി. ബിർണാണി കോഴി പൊരിച്ചതും പിന്നെ ഈ പറഞ്ഞതെല്ലാം വേണം കേട്ടോ. എൻ്റെ മോന് എന്തൊക്കെ വേണം? ബിർണാണി വേണം, കോഴി പൊരിച്ചത് വേണം, പൈനാപ്പിൾ ജ്യൂസ് വേണം, തണ്ണിമത്തൻ വേണം. ഇത് ശംഖുവിന് മാത്രം മതിയോ? ഫ്രണ്ട്സിന് വേണ്ടേ? ആ വൈശൂട്ടൻ ആന്റിയോട് പറഞ്ഞേ വൈശൂട്ടന് ആപ്പിൾ ജ്യൂസാ ഇഷ്ടമെന്ന്. കൊടുക്കണ്ടേ? വൈശൂട്ടന് ആപ്പിൾ കൊടുക്കണ്ട? മതിയോ? വലുതാകുമ്പോ ആരാവണം? ജ്യൂസുകാരനായാ മതി. ഇതുണ്ടോ ഇവിടെ ഹോട്ടലുണ്ടോ? ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ നല്ല ബിരിയാണി കിട്ടും. ഉണ്ടല്ലോ. ആന്റി മേടിച്ചു തരട്ടെ? ആന്റി മേടിച്ചു തരാം. വീട്ടിലോ? ഇവിടെ നല്ല ബിരിയാണി കിട്ടും. വീട്ടിൽ കൊണ്ടുപോകണോ? നമുക്ക് ഇവിടുത്തെ മാമനോട് ചോദിച്ചു നോക്കാം. വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല ബിരിയാണി വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ മാമന്മാരോട് ചോദിച്ചു നോക്കാം, ഞങ്ങൾക്ക് നല്ല ബിരിയാണി വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുമോ?